ഭഗവാൻ കൃഷ്ണന്റെ നിറം, മുല്ലപ്പ് പോലെ വെളുത്ത മനസ്സ്, എത്ര നല്ല സ്വഭാവം. എന്നിട്ട് ശ്യാമയെ അംഗീകരിക്കാൻ എന്തിനാ വസു മടിക്കുന്നത്? അരുവമലക്കാട്ടിൽ ഒറ്റയ്ക്ക് പോയി ആ ദേവമന്ദാരപ്പൂ എടുത്തോണ്ട് വന്നവളാ ശ്യാമ. ആരെങ്കിലും ധൈര്യമായിട്ട് പോവൂ ആ കാട്ടില്? ഈശ്വരൻ നേരിട്ട് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത്രയ്ക്ക് അസാധ്യമായ കാര്യമാണ് അവൾ ചെയ്തത്. മാത്രമല്ല, നമ്മുടെ മകൻ ഏതെങ്കിലും ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ അവന് വെളിച്ചമായി മാറേണ്ടവളാണ് അവന്റെ ഭാര്യ. ശ്യാമ അക്ഷരാർത്ഥത്തിൽ ഒരു വിളക്കാണ്, അഖിലിന് വേണ്ടി തെളിയുന്ന വിളക്ക്. അതുകൊണ്ട് ഒരു വസു, ഇനി ശ്യാമയെ അകലേക്ക് മാറ്റി നിർത്തരുത്. അവളെ പരിഗണിച്ച് കൂടെ നിർത്തണം, അവളെ സ്നേഹിക്കണം. ഫോൺ റിംഗ് ചെയ്യുന്നല്ലോ, ആരാ? അമൃതയാ. എടുക്ക്. അമൃത. അമ്മേ, അമ്മേച്ചനിപ്പോ എവിടെയാ? ഞങ്ങളിപ്പോ കാറില്ല മോളെ. ഉച്ചയ്ക്ക് മുൻപ് വരുവോ? ഊണിനുണ്ടാവോ? നോക്കട്ടെ മോളെ. എന്താ ഇന്നത്തെ ഊണിന് പ്രത്യേകിച്ച്? അതല്ലമ്മേ, ശ്യാമ എല്ലാവർക്കും സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഉവ്വോ? ഞങ്ങൾക്കൊക്കെ തന്നു. അമ്മയ്ക്കെന്തോ പ്രത്യേക സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കും അവള് സമ്മാനം വാങ്ങിയെന്നോ? ശരി, നീ ഫോൺ വെച്ചു, ഞങ്ങള് വന്നേക്കാം. ശരി അമ്മേ. ഇന്നിവൾ അമ്മയുടെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചു കെട്ടും. അത് കാണുമ്പോ മനസ്സിന് എന്തൊരു സുഖം. കൊള്ളാല്ലേ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിയതാ. ഇതന്നെ കിട്ടാൻ വേണ്ടി ഒത്തിരി കടകൾ കയറേണ്ടി വന്നു. കൊച്ചുമരുമകൾ അമ്മയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്ന സമ്മാനമല്ലേ? എന്താണെന്ന് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. അതെ, എന്താണെന്ന് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ അമ്മേ. ഇതല്ല സാരി. കണ്ടോ, ഇവളെന്നോട് പക വീട്ടിയതാ. മറ്റുള്ളവർക്കൊക്കെ നല്ല സമ്മാനം, എനിക്ക് തെരുവിലെ പിച്ചക്കാരുടുക്കുന്ന സാരി. കണ്ടില്ലേ ഇവൾക്ക് എന്നോടുള്ള വൈരാഗ്യം? അയ്യോമ്മേ, ഇതാരോ ചതിച്ചതാ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഒരു പുത്തൻ സ്പെഷ്യൽ സാരിയായിരുന്നു. അല്ല, ഇതെന്നെ മനഃപൂർവ്വം അവഹേളിച്ചതാ. എനിക്ക് ഉറപ്പുണ്ട്, ഞാനിത് സഹിക്കില്ല. അമ്മേ, ശ്യാമ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതെ വസു, ശ്യാമ ഒരിക്കലും നിന്നെ അപമാനിക്കാൻ തുനിയില്ല. പിന്നെ ഇത്രയും കീറി പറഞ്ഞൊരു കറുത്ത തുണി സമ്മാനാണെന്നും പറഞ്ഞു കൊടുക്കുന്നത് ഇൻസൾട്ടിംഗ് അല്ലേ? ശ്യാമ അമ്മ ഇങ്ങനെ കളിയാക്കിയത് എന്തായാലും ശരിയായില്ല. ഇതാരോ എന്നെ ചതിച്ചതാ. ഇത് അമ്മ ശ്യാമയെ വഴക്ക് പറയാൻ വേണ്ടി ആരോ ഒരുക്കിയ ചതി തന്നെയാ, സംശയമില്ല. ഇല്ല, ഈ വീട്ടില് അങ്ങനെ ചതിക്കുന്നവരാരുമില്ല. ഇതിവളെന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി ചെയ്തതാ. ഞാനിത് വാങ്ങരുതായിരുന്നു. ആർക്കും വിഷമം വേണ്ടല്ലോ എന്ന് കരുതി വാങ്ങിപ്പോയതാ.
ഇത് ഞാൻ ക്ഷമിക്കില്ല. എന്നെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ ജീവിക്കണ്ട. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. എങ്ങനെയുണ്ട് വസു, മരുമകൾ തന്ന സമ്മാനം? എന്താ, ഇത് ഇഷ്ടപ്പെട്ടോ? എന്തെല്ലാം അവളെ പറഞ്ഞു, വാക്കുകൾ കൊണ്ട് എത്ര വേദനിപ്പിച്ചു. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു പരിഭവം അവക്കുണ്ടോ? ശ്യാമയാണ് സാക്ഷാൽ സ്നേഹവതിയായ ഇളയ മരുമകൾ. സാരി കൊള്ളാല്ലേ? അവളെ ഒരിക്കലും എന്റെ മരുമകളായി ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാനിത് ഒടുക്കാനും പോകുന്നില്ല. വസു, പൊന്നുകൊണ്ട് അവൾ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ പോലും എവൾ അംഗീകരിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇത് എത്ര നാൾ ഇങ്ങനെ സഹിക്കു വെച്ചാ? ഇതിനൊരു അവസാനം വേണ്ടേ? മോനെ, ഇതിൽ ഐശ്വര്യ മാത്രമല്ല കുറ്റക്കാരി. അവൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള മൗനാനുവാദം കൊടുക്കുന്നത് നിന്റെ അമ്മയല്ലേ? അമ്മ മൗനമായി അനുഭവിച്ചു കൊടുക്കുന്നു എന്ന് വെച്ച് ഐശ്വര്യക്ക് ശ്യാമയോട് അങ്ങനെയൊക്കെ ചെയ്യാമോ അച്ഛാ? അവള് എന്റെ പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യയല്ലേ? ഇതൊക്കെ ചില പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഈഗോയാണ്. നീ അതങ്ങ് വിട്ടുകളാ. മിണ്ടാതിരുന്ന ഇത്തരം കാര്യങ്ങൾ പിന്നെയും തുടരില്ല അച്ഛാ. അരുൺ, ഐശ്വര്യം നീയും തമ്മിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തടത്തോളം കാലം ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇടവരരുത്. ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട തന്ത്രങ്ങൾ. വളരെ സ്നേഹത്തോടെ അവളെ ഉപദേശിക്കണം. ഇതൊക്കെ വളരെ ചീപ്പാണ്, നമ്മുടെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ. സ്നേഹം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവൾ ക്രമേണ മാറിക്കോളും. അല്ലാതെ അവളോട് വഴക്കൊന്നും കൂടരുത്. ഇത് കൂടുകയേ ഉള്ളൂ. അച്ഛനറിയില്ല ശരിക്കുള്ള ഐശ്വര്യയുടെ സ്വഭാവം. സ്നേഹത്തോടെ പറഞ്ഞാൽ അവൾ അനുസരിക്കുകയില്ല. ഇതെന്തായാലും ചോദിച്ചേ പറ്റൂ. ഭാര്യയായിട്ട് വഴക്കിട്ട് നീയും വെറുതെ ചീപ്പാകരുത്, പറഞ്ഞേക്കാം. സൂപ്പർ. പിന്നെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. നിനക്കത് ഇഷ്ടപ്പെടും. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ടല്ലോ. യെസ് യെസ്, ഞാനും അതാ ശ്രദ്ധിച്ചേ. ആ, നിനക്കിത് ആരാന്ന് മനസ്സിലായോ? ഇല്ല. പഴയ സംഗീതജ്ഞ അരുന്ധതി ഇല്ലേ, അവരുടെ മകളാണ്. ഓ, നൈസ് നൈസ്. നല്ല ടാലന്റഡ് ആണല്ലോ. അങ്ങ് ഇഷ്ടായെന്ന് തോന്നല്ലോ. ഏയ്, പാട്ട് കൊള്ളാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? എന്നാ പിന്നെ വിട്ടേക്ക്. ആക്ച്വലി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി എനിക്കിത് കണ്ടപ്പോ. എടാ, അതാ ഞാനും ആലോചിക്കുന്നേ. നീ ഒരു ഗായകൻ, അവളൊരു ഗായിക.
കേൾക്കുമ്പോൾ തന്നെ ഒരു ചേർച്ചയുണ്ട്. അത് നീ പറഞ്ഞ പോയിന്റാണ്. പക്ഷേ ആ അരുന്ധതി മാം അവര് വലിയ സംഗീതജ്ഞയല്ലേ? അവർക്ക് താല്പര്യമൊക്കെ കാണോ? ഓ എന്തോ ഒരു എളിമ. മുംബൈയിലെ ഏറ്റവും കൂടുതൽ ലൈവ് ഷോകൾ നടത്തുന്ന ടർട്ടിൽസ് ബാൻഡിന്റെ ലീഡ് സിംഗർ ആയി പറയുന്നേ. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി ഞാൻ ശരിയാക്കാം. ഇന്ന് തന്നെ ഞാനത് അന്വേഷിക്കാം. ഓ ആ സന്തോഷം കണ്ടില്ലേ? അത് ശരി. ശ്യാമയ്ക്കൂടി കൊണ്ടുപോവാൻ ഞങ്ങൾ എല്ലാരും കൂടി ഇവനോട് പറഞ്ഞു. രസകരമായ യാത്രയല്ലേ? ശ്യാമയെ കൂടെ കൊണ്ടുപോകണം. എന്താ യവനതിന് താല്പര്യമില്ലേ? താല്പര്യമില്ലായ്മ അവനല്ല, എനിക്കാ. ഓ വസുവിനായിരുന്നു. അതിപ്പോ അങ്ങനെയല്ലേ വരൂ. ഇവൻ മറ്റാരെയും കൊണ്ടല്ലല്ലോ മൂന്നാറിൽ പോകുന്നത്, അവന്റെ ഭാര്യയും കൊണ്ടല്ലേ. ഭാര്യയും കൊണ്ട് മകൻ പോകുന്നതിന് അമ്മയ്ക്ക് എന്തിനാണ് ഇത്ര എതിർപ്പ്? അവനെ പ്രസവിച്ചത് ഞാനാ, എനിക്കതിന് താല്പര്യമില്ല. പ്രസവിച്ച കണക്കും പറഞ്ഞ് പാവം മക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അമ്മമാരുടെ മാനസിക രോഗത്തിനാണ് അമ്മായിയമ്മ പോരെന്ന് പറയുന്നത്. ആനന്ദ് വർമ്മയുടെ ഭാര്യ വസുന്ധര അത്തരം ഒരു സ്ത്രീയാകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ താലി കെട്ടിയ വസുന്ധര ഇതല്ല. എനിക്കെന്റെ ആ പഴയ വസുന്ധരയാ വേണ്ടത്. ആ വസുന്ധരയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഓക്കേ, നിന്റെ ഭാര്യയും കൊണ്ട് നീ എവിടെ പോകുന്നതിന് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. നിന്റെ പേഴ്സണാലിറ്റി നീയായിട്ട് നഷ്ടപ്പെടുത്തരുത്. നീ മൂന്നാറിന് പോണം, ശ്യാമയോടൊപ്പം. അവൻ ഇന്നലെ മാമിന്റെ മോളുടെ പാട്ട് കേൾക്കുകയും അത് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓ അത് ശരി. വിവേകിന് വിസ്മയെ കാണാൻ താല്പര്യമുണ്ട്. നേരിട്ടൊന്ന് വന്ന് കണ്ട് സംസാരിക്കാൻ ഒരവസരം ഒരുക്കാമോ? ആ അതിനെന്താ? തമ്മിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യാം, വിസ്മയുടെ ഒരു പാട്ടും കേൾക്കാം. നേരിട്ട് വരാൻ പറയൂ, നമുക്ക് സംസാരിക്കാം. എന്നാ വരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മുംബൈയിലാണ്. വരുന്ന ശനിയാഴ്ച വരാനാണ് പ്ലാൻ. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഓക്കെ ശരി. അയ്യോ മമ്മി, എന്താ ആരായി വിവേക്? എന്താ ഇത്ര സന്തോഷിക്കാൻ? ആ ബാൻഡിലൊക്കെയുള്ള വിവേകില്ലേ, അവന്റെ സുഹൃത്തായി ഇപ്പൊ വിളിച്ചത്. ഒരു സൗഭാഗ്യമാണ് കയ്യിൽ വന്നിരിക്കുന്നത്. ഈ കല്യാണം എങ്ങനെയും നടത്തണം. ആ പകൽക്കിനാവ് കാണാനൊന്നുള്ള സമയമൊന്നും ആയിട്ടില്ല. വരുമ്പോ എന്തായാലും നിന്നോട് പാടാൻ പറയും. ആ കടമ്പ കടന്നാലേ കാര്യമുള്ളൂ. കാര്യങ്ങൾ ആ ശ്യാമയോട് അവതരിപ്പിക്കണം. മാഡം, പഴയതുപോലെ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്നും വരാനൊന്നും പറ്റില്ല. ഞാൻ ഇന്നൊരു ഭാര്യയാ. ഭാര്യയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാഡം, ഞാൻ എന്ത് ടെൻഷൻ അടിച്ച് ഓടി വരുന്നെന്നറിയൂ? ടെൻഷൻ അടിക്കണം. രൂപ 10 ലക്ഷം തരാനുള്ളത്. 10 ലക്ഷം. ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് മോശാക്കരുത് കേട്ടോ, ഇന്ന് പ്രത്യേകിച്ച്. അതെ അതെ, ഇവളെ പെണ്ണ് കാണാൻ വരുന്നതേ വലിയൊരു സിംഗറാ. ഒരു വെള്ളി വീണാ മതി, കല്യാണാലോചന അവിടെ നിൽക്കും. ആ നീ ഇവിടെ ഇരുന്നാ മതി. വിവേകം കൂടെ വരുന്നവരും കാണില്ല. ഇങ്ങനെയൊക്കെ കല്യാണം നടത്തിയാ പിന്നീട് അങ്ങോട്ട് വലിയ കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം ഭർത്താവ് വിസ്മയോട് പാടാൻ പറഞ്ഞാലോ? അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ, അത് അന്നേരം നോക്കാം. ആ സമയമാകുമ്പോ
കമ്പവും കഴിഞ്ഞ് കാറ്റ് ഊതിയിരിക്കും. ഈ ലോകം മുഴുവൻ ഉടായിപ്പ. പിന്നെയാ പാട്ടുകാരിയാണെന്നും പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചയക്കുന്നൊക്കെ ഒരു തരത്തില് ഒരു ചതിയല്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കണ്ട. പാടിയാ മതി. മറ്റു കാര്യങ്ങളെക്കുറിച്ച് തല പുകയ്ക്കേ വേണ്ട. വിസ്മയുടെ ഭാവിയെ കരുതി നീ ഉത്കണ്ഠപ്പെടേണ്ടതൊന്നുമില്ല. അവളുടെ അമ്മയാ ഞാൻ. എനിക്കറിയാം അവൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞേ ഉള്ളൂ മാഡം. ആ വിഷയം വിട്ടേക്ക്. ഞാൻ ദാ അവിടെ ഇരുന്നൊരു സിഗ്നൽ തരും. അപ്പോ നീ പാടി തുടങ്ങിയാ മതി. അവര് പെട്ടെന്നിങ്ങനെ വന്നെത്തോ? 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ടതാ. നീ ഇങ്ങനെ മുള്ളി നിൽക്കാതെ പാട്ട് പാടിക്കഴിഞ്ഞാൽ നിനക്ക് ഉടനെ തന്നെ തിരികെ പോവാം. പണ്ടത്തെ പോലെ അല്ല. അഖിലുമായിട്ടുള്ള കല്യാണം നടന്നതിന് ശേഷം നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അഹങ്കരിച്ചോ? പക്ഷേ അത് അരുന്ധതിയുടെ അടുത്ത് വേണ്ട. 10 ലക്ഷം തിരികെ തരും വരെ നീ എന്റെ അടിമ തന്നെയാ. ഉടമയ്ക്ക് അടിമയെ എന്തും ചെയ്യാം. വാ മോളെ. നീ കെട്ടിയല്ലോ, ഞാനും ഒന്ന് കെട്ടിയാലോന്ന് വിചാരിക്കായിരുന്നു. വെരി ഗുഡ്, വളരെ നല്ല കാര്യം. നമുക്ക് കല്യാണപ്രായം എത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാ പിന്നെ താമസിക്കരുത്, അങ്ങ് കെട്ടിയേക്കണം. അതിരിക്കട്ടെ, പെണ്ണിനെ കണ്ടെത്തിയോ? പ്രേമം വല്ലതാണോ? ഏയ്, പ്രേമൊന്നുമല്ല. എന്നാലും നമ്മുടെ പ്രൊഫഷനിലുള്ളവരെ തന്നെ കണ്ടെത്തുന്നതിലും ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു മ്യൂസീഷ്യനും മ്യൂസിക് കമ്പോസർക്ക് ആയതുകൊണ്ടായിരിക്കാം ഒരു ഗായികയെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ മധുരമായ ആലാപന ശൈലി എന്റെ കരളിൽ കൊണ്ട് മോനെ. ആരാണ് ആ ഭാഗ്യശാലിയായ പാട്ടുകാരി? ഒരു വിസ്മയ. വിസ്മയോ? എനിക്കറിയാം വിസ്മയെ. വിസ്മയും വിസ്മയുടെ മമ്മി അരുന്ധതിയൊക്കെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. കണ്ടോ, കാര്യങ്ങളൊക്കെ എത്ര അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് നോക്കി. അപ്പൊ ഈ കല്യാണം നടക്കും. ഡൺ. നടക്കണം. നല്ല സിംഗറാ. വിസ്മയുടെ പാട്ടുകൾ എനിക്കും വലിയ ഇഷ്ടാ. എന്താടാ? ഏട്ടാ, ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അരുന്ധതിയും വിസ്മയും നമ്മുടെ ഫാമിലി ഫ്രണ്ടും. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വന്നൂടെ? അത് കൊള്ളാലോ. ഏട്ടാ, എന്താ ഏട്ടന്റെ അഭിപ്രായം? അമൃതേ, ശരി, ചെറുക്കന്റെ വീട്ടുകാരെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളും വരാം. അപ്പൊ എല്ലാം പോസിറ്റീവ്. അതെ. അഖില, നിന്റെ വൈഫ് എന്തിയെ? വൈഫിനോട് വിളിക്ക്. ശ്യാമ ഇവിടെ ഇല്ല, അവള് അമ്പലത്തിൽ പോയിരിക്കുക. അവള് വന്ന എല്ലാം നെഗറ്റീവ് ആകും. അപ്പൊ ശരി, തയ്യാറാവേണ്ടവരൊക്കെ വേഗം തയ്യാറായിക്കോ. ഏട്ടാ, പെണ്ണ് കാണല്ലേ? ഓക്കെ, ശരി. നീ ഇരിക്കേ. ഒരു 5 മിനിറ്റ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. കേട്ടോ? ശരി. ഞങ്ങള് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിങ്ങളൊക്കെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടവരാ. അതിനിടയിൽ ഞങ്ങൾ ഈ ബിസിനസ്സുകാർ കൂടിയാ ഒരു ചേർച്ച ഉണ്ടാവില്ല. വിസ്മയം എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല. വിസ്മയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? അമ്മ പഠിപ്പിച്ചതേ ഉള്ളൂ. ഓ, അക്കാര്യം വിട്ടുപോയി. അമ്മ സംഗീതജ്ഞയാണല്ലോ. ഇവളെ മ്യൂസിക് കോളേജിൽ വിടണമെന്ന് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചതാ. ഓ, പക്ഷേ ആർട്സ് കോളേജിൽ പെട്ടുപോയി. ഞങ്ങളുടെ ബാൻഡിന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഓ, ഇപ്പൊ ഏതു നേരവും ഇവൾക്ക് അത് കാണാനേ നേരമുള്ളൂ. ഇനി അങ്ങോട്ട് സംഗീതത്തിൽ തന്നെ ലയിക്കാലോ. അല്ല, എന്തു പറ്റിയായിരുന്നത് ഈ മാമിന്? എല്ലാവരെയും ഒരുമിച്ച് കണ്ടതുകൊണ്ടാണോ? നല്ല ടെൻഷൻ ഉള്ളതുപോലെ. ഒന്നുമില്ല. അതെ,
വിവേകിന്റെ കൂടെ നമ്മളെ പ്രതീക്ഷിച്ചില്ലല്ലോ, അതായിരിക്കും. അത് ശരിയാ, നിങ്ങളെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. മറ്റൊന്നുമല്ല, ഭാവി തീരുമാനങ്ങൾ മാരേജ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വിസ്മയം കൂട്ടി ബാൻഡ് ഒന്ന് വിപുലീകരിക്കണം. വിസ്മയം കൂടി വരുമ്പോ ഞങ്ങൾ രണ്ടുപേരും മതിയല്ലോ സിംഗേഴ്സായിട്ട്. പാട്ടുകാരുടെ കാര്യത്തില് പിന്നെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള 2 പാട്ടുകാരാണ് വിവേകും വിസ്മയും. അതിൽ സംശയമൊന്നുമില്ല അല്ലേ? ഞാനൊരു പേര് കേട്ട സംഗീതജ്ഞയാണ്. വിസ്മയ എന്റെ മകളായതുകൊണ്ട് ഞാൻ അഹങ്കാരം പറയല്ല. എത്ര മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെന്നറിയോ ഇവളെ കൊണ്ട് സിനിമയിൽ പാടിപ്പിക്കാൻ കാത്തു നിൽക്കുന്നത്. വരട്ടെ, സമയമായില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് വിസ്മയ. അതെ, കിട്ടുന്ന ചാൻസുകളൊന്നും അങ്ങനെ നഷ്ടപ്പെടുത്തരുത്. അതെന്താ അവസരങ്ങൾ വന്നിട്ടും പാടാൻ പോവാത്തത്? അതൊന്നും അങ്ങനെ തട്ടിക്കളയരുത്. അത് മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊന്നും ഒരു താല്പര്യമില്ല. ഹിന്ദിന്ന് ആരെങ്കിലും വിളിച്ചാ പോവാന്ന് കഴിഞ്ഞ ദിവസം ഇവള് പറഞ്ഞു. അത് പാട്ട് നല്ലതാണെങ്കിൽ മാത്രം. മ്യൂസിക് ഡയറക്ടേഴ്സ് വിസ്മയുടെ വീടിന്റെ ഗേറ്റിന് മുന്നില് കാത്തു കിടക്കും. വോയിസ് അത്രയ്ക്ക് സ്വീറ്റ് അല്ലേ? വിസ്മയ, ഒരു പാട്ട് പാടാമോ ഇപ്പോ? ശരിയാ, വിസ്മയ ഒരു പാട്ട് പാടുക. എന്തായാലും ഈ അവസരത്തിൽ വിസ്മയുടെ ഒരു പാട്ട് കൂടിയേ തീരൂ. അതിനെന്താ, അവള് പാടുമല്ലോ. ഞാൻ മൈക്കെടുത്തോണ്ട് വരാം. ഞാൻ അവിടെ നിന്ന് ആംഗ്യം കാണിക്കുമ്പോൾ നീ പാടണം. പാട് വിസ്മയെ. എന്നെ മറന്നുവോ കൃഷ്ണ, നീ എന്നെ മറന്നുവോ കൃഷ്ണ. എന്തേ പാടാൻ പറ്റുന്നില്ലേ? അത് അവൾക്ക് ആകെ ടെൻഷനായി. അത് കുഴപ്പമില്ല, പിന്നെ പാടാം. വിസ്മയ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനിയും പാടാലോ. അതെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗായികയും ഗായകനും ഒന്നും അങ്ങനെ ടെൻഷൻ ആവാൻ പാടില്ല. ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുൻപിൽ പാടേണ്ടതല്ലേ? ഇതിനാണ് സഭാകമ്പം എന്ന് പറയുന്നത്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നീ എന്ത് വ്യവസ്ഥയിലായി വേടി കാണിച്ചത്? നീ കരുതിക്കുട്ടി എന്റെ മകളുടെ ഭാവി തൊലച്ചതല്ലേടി? അയ്യോ, അഖിൽ സാറിനെ കണ്ടപ്പോ ഞാൻ ആകെ ടെൻഷനായി പോയതാ മാഡം. അവളുടെ ഒരു അഖിൽ സാർ. എന്റെ ലൈഫിലടി നീ തകർത്തത്. അസൂയ. വിസ്മയ, ഞാൻ ആരും ചതിച്ചതല്ല. മിണ്ടരുത് നീ. ഈ ചതി ചെയ്തതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശരിപ്പെടുത്തും നിന്നെ ഞാൻ.
പ്രശസ്തനായ ഒരു സിംഗറ് എന്നെ കല്യാണം കഴിക്കാൻ വന്നതിന്റെ ജലസിയാ ഇവളിവിടെ കാട്ടിക്കൂട്ടിയത്. ഇവള് വെറുതെ വിടരുത് മമ്മി. അങ്ങനെയല്ല. മുൻവശത്ത് അവരെല്ലാം കൂടി ഇരിക്കല്ലേ, ഒച്ച വച്ചാ കേക്കും. അല്ലെങ്കിൽ ഇവളുടെ കരണക്കുറ്റി നോക്കി ഞാനൊന്ന് പൊട്ടിച്ചേനെ. വിവേകിന്റെ അഖിലേട്ടന്റെ മുന്നില് ഞാൻ അങ്ങ് ഐസായി പോയില്ലേ. ഈ മാരേജ് പ്രപ്പോസല് ചീറ്റി പോകുമെന്ന എന്റെ പേടി. ചീറ്റിയെങ്ങാനും പോയാ നീ ഒറ്റാളാ അതിന്റെ ഉത്തരവാദി. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. മാഡം, നീ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ അപ്പോഴത്തെ അവസ്ഥയില് അരുന്ധതി, ശരിയാ. അഖിൽ സർ, ശ്യാമേ, ശ്യാമേ, നീ എപ്പോ വന്നു? ശ്യാമേ, ശ്യാമേ ഏതുവഴി വന്നു? പെട്ടെന്ന് വരേണ്ടി വന്നോണ്ടേ ഞാനൊരു എളുപ്പവഴിയിൽ വന്നതാ. അതാ പുറകിലൂടെ വന്ന് കയറിയത്. എന്തായാലും അത്ഭുതമായിരിക്കുന്നു മോളെ. ഞങ്ങളെ ശ്യാമ വരാൻ കാത്തിരിക്കായിരുന്നു. അയ്യോ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ശ്യാമേ, ഇത് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ, വിവേക്. എടാ, ഇതറിയാലോ, എന്റെ ശ്യാമ. ഞാൻ ഒരിക്കൽ ശ്യാമയോട് വിവേകിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിവേക് ഇപ്പോ ടർട്ടിൽസ് ബാൻഡിന്റെ ലീഡിംഗ് സിംഗറാണ്. അഖിൽ സാർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അഖിലേ, നിങ്ങൾക്കിന്ന് മൂന്നാറിന് പോകേണ്ടതല്ലേ? ആ, പിന്നെ നിന്റെ കാര്യം ആയതുകൊണ്ടല്ലേ ഞാൻ ഇതിന് പോകുന്നത്. ശ്യാമേ, എന്തോ ഒരു പ്രശ്നം തന്നെ നീട്ടുന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് തുറന്നു പറയണം. തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന തന്റെ ഭർത്താവാ ഞാൻ. എടോ, എന്നോട് ഉള്ളിലുള്ളതൊന്നും മറച്ചു വെക്കരുത്. പറയ്, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല സർ. പിന്നെന്തിനാ താൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞത്? അത് 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 സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു. സന്തോഷത്തിന്റെ കരച്ചിലോ? എന്നെ എത്രയധികം സ്നേഹിക്കുന്ന എന്റെ അഖിൽ സാറിനെ എനിക്ക് തന്നതിന് ഞാൻ കൃഷ്ണനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. സത്യം? സത്യം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. സത്യം ചെയ്യും. അല്ലെങ്കിൽ വേണ്ട. അത് തന്നെ ഞാൻ അവിശ്വസിക്കുന്ന പോലെയല്ലേ? ഞാൻ തന്നെ അവിശ്വസിക്കില്ല. തന്നെ എനിക്ക് 100% വിശ്വാസം. പോട്ടെ ശ്യാമേ. ആഹാ, മൂപ്പരെയും കൂടി മൂന്നാറിലേക്ക് കൂട്ടുകയാണോ? ചെലവ് അധികം ആവുമല്ലോ. എന്റെ ശ്യാമേ, ഭഗവാൻ തൂണിലും തുരുമ്പിലും കാറ്റിലും വെളിച്ചത്തിലൊക്കെ ഉണ്ടെന്നല്ലേ സങ്കല്പം. പിന്നെന്തിനാ ഈ പ്രതിമ കൊണ്ടുപോകുന്നത്? ഇത് എന്റെ സങ്കല്പം. ഭഗവാൻ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം. വൃന്ദാവനത്തിലെ രാധയ്ക്ക് പോലും ശ്യാമയോട് അസൂയ ഉണ്ടാവും. പിന്നെങ്ങനെയാ ഐശ്വര്യടത്തേക്ക് ഈഗോ ഇല്ലാതെ വരിക? എന്റെ ഭഗവാനെ കൃഷ്ണപിള്ളേ, നിന്റെ ഈ ഭക്തിയുടെ മനസ്സ് എന്നിലേക്കും കൂടി ഒന്ന് അലിയണേ. നിന്നോടുള്ള ഭക്തി കാരണം എന്നിലേക്കുള്ള സ്നേഹം തീരെ കുറഞ്ഞിരിക്കുക. അത് ശരിയാണോ? എന്റെ ഭഗവാനല്ലേ എനിക്ക് അഖിൽ സാറിന് തന്നത്. ഭഗവാനോട് ഭക്തിയും അഖിൽ സാറിനോട് എനിക്ക് സ്നേഹമാ. അത് പറയാനാ ഞാൻ വന്നത്. ഒരു കാരണവശാലും അഖിയോടൊപ്പം ശ്യാമ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനവന്റെ ഭാര്യയല്ലേ കൂടെ കൊണ്ടുപോകുന്നത്?
എന്നെ സംബന്ധിച്ച് ഇവളെ ഇവന്റെ ഭാര്യയായി ഞാൻ അംഗീകരിച്ചിട്ടില്ല. അതിവിടെ എല്ലാവർക്കും അറിയാം. അമ്മ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതിന്റെ മറുപടിയും തന്നിട്ടുണ്ട്. അച്ഛനും ഏട്ടന്മാരും പിന്നെ ഞാനും. ഇവൾ എന്റെ ഭാര്യയാണ്. ഈ ജന്മം ഇവൾ എനിക്കും ഇവൾക്ക് ഞാനും ഉള്ളതാ. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം മാത്രം ഞാൻ അനുവദിക്കില്ല. ഒരു വഴക്കുണ്ടാക്കി അമ്മയുടെ എതിർപ്പ് പിടിച്ചുപറ്റി ഞാൻ ഇങ്ങനൊരു യാത്രക്കില്ല. ഞാൻ വരുന്നില്ല സർ. എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? അഖിലിന്റെ ലേലത്തിൽ പങ്കെടുക്കാൻ മൂന്നാറിന് പോയേ പറ്റൂ. അതിന് അവനെ ഒറ്റയ്ക്ക് അയക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്, അഖിലിന്റെ കൂടെ അമ്മ പോട്ടെ. ഫലത്തിൽ അഖിൽ അവന്റെ ഭാര്യയെ പെരുവഴി കൊണ്ട് കളയണം. അതാണ് ഇവിടെ ചിലരുടെ മനസ്സിലിരിപ്പ്. അമ്മേ, ഇത് ഇവിടുത്തെ ന്യായമാ. അമ്മ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ? അമ്മേ, അവര് പോയിട്ട് വരട്ടെ അമ്മേ. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. അഥവാ എന്നെ ധിക്കരിച്ചു പോയാൽ തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല. എന്നെ ഒറ്റയ്ക്കാക്കി ആനന്ദേട്ടന് ഇവിടുന്ന് പോകാൻ പറ്റുമോ? എന്റെ വസു ഒറ്റപ്പെടുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല. എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവൾ അവളുടെ മക്കളുടെ ശത്രുവായി മാറുന്നത് നോക്കി നിൽക്കാനുള്ള കെൽപ്പും എനിക്കില്ല. ആനന്ദേട്ടനും മക്കളും അടങ്ങുന്നതാ എന്റെ ലോകം. ആനന്ദേട്ടൻ എന്നെ വിട്ടുപോയാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. വസു, ആനന്ദേട്ടാ, അക്കയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശ്യാമയെ മൂന്നാറിന് കൊണ്ടുപോയിക്കോട്ടെ. അവനെനിക്ക് കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. അത് തന്നു. വാര്യത്തെ ചന്ദ്രൻ എന്നാ കാശ് വാങ്ങിച്ചേ? അല്ല, അത് ചന്ദ്രൻ എന്ന് വാങ്ങിച്ചാലും അത് തിരിച്ചു തന്നില്ലേ? ഇക്കാലത്ത് കടം മേടിച്ചാ പലരും തിരിച്ചു കൊടുക്കാറില്ല. ഇത് വല്ല കള്ളനോട്ടും ആണോ? ഇങ്ങ് തന്നെ നോക്കട്ടെ. ഇത് കള്ളനോട്ടൊന്നും അല്ല. ഇതിന് 500 രൂപ എനിക്ക് വേണം. എനിക്ക് കുറെ അത്യാവശ്യങ്ങൾ ഉള്ളോണ്ടാണേ. പിടിച്ചോ. ആ കാശ് തിരിച്ചു കൊടുക്കണേ. നിങ്ങളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ പ്രയോജനം ഇല്ല. ഒരു ബ്ലൗസ് വാങ്ങിക്കണമെങ്കിലേ ഞാൻ തെണ്ടണം. അതെ, എനിക്ക് കുറെ തയ്യക്കൂലി കൊടുക്കാനുള്ളതാ. അല്ലെങ്കിൽ തന്നെ അരവിന്ദേട്ടൻ എന്തിനാ എന്നെ കടിച്ചു കീറാൻ വരുന്നേ? ഞാൻ കാശെടുത്തതേ എന്റെ അമ്മായിയച്ഛന്റെ കാശിന്നല്ലേ. ഇവിടെ ഇന്ന് ഞാൻ മര്യാദയ്ക്ക് കാശ് തിരിച്ചു കൊടുക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും ഈ കാശ് ഞാൻ തരില്ല. എന്ത് ചെയ്യാനാ? സഹനശക്തി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദേവകി, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വല്ലാത്തതാ. സംഭാരം കൈക്കെന്തു പറ്റി? ഒന്നുമില്ല. കാണിച്ചേ. ഒന്നുമില്ലാന്നേ. കാണിച്ചേ. അയ്യോ, കൈവെള്ളം നല്ല പൊള്ളിയ പോലെ ഉണ്ടല്ലോ. അതെ, അമ്പലത്തിലെ വലിയ വാർപ്പില്ലേ പാൽപ്പായസം ഉണ്ടാക്കുന്നേ, അതെടുത്തപ്പം ചൂടുകൊണ്ട് പൊള്ളിയതാ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. തേൻ തുള്ളി പോലെ
നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു പിന്നെങ്ങോ മാഞ്ഞുപോയി ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം വാർനിലവിൻ കാതിലാ ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കളാ മലർക്കാലമേ നീ വേറേതോ ശാഖകൾ മറന്നോടി വന്നു ഈ വേനൽ ചില്ലയിൽ ഇടനെഞ്ചാകെ തോന്നുന്നു ഈറൻ തോമണം. അമ്മേ അച്ഛൻ എവിടെ പോയതായിരിക്കും? അറിയില്ല മോനെ, പക്ഷേ അച്ഛൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാൻ മടിക്കുന്നുണ്ട്. ജയന്തിയുടെ കൂർക്കമല്ലേ കേൾക്കുന്നേ? അതെ. ഇവളെന്താ ഈ സമയത്ത് കിടന്നിങ്ങനെ ഉറങ്ങുന്നേ? അവൾക്ക് ഉറങ്ങുന്നതിന് നേരവും കാലം വല്ലതും ഉണ്ടോ അമ്മേ? ചോദിക്കാൻ ചെന്നാലേ ഇണ്ടംപരത്തിലെ അമ്മാവന്മാരുടെ കൂർക്കമ്പലിയെ കുറിച്ച് പറയും. അതുകൂടാതെ അവരുടെ ആന കൂർക്കം വലിച്ച കഥ വരെ പറയും. അതൊക്കെ ഉണ്ടമ്മേ, വാ അമ്മേ. ജയന്തിയുടെ കൂർക്കമ്പലി കാണിച്ചു തരാനായിരിക്കും. മൂന്നാറിൽ പോയില്ലേ? അത് കേട്ടിട്ടാ കിടന്നിറങ്ങിയത്. അസൂയ മൂത്തുള്ള ഉറക്കമായിരിക്കും. അതാ ഈ മൂന്നാറെന്ന് പറഞ്ഞിങ്ങനെ കൂർക്കം വലിക്കുന്നത്. ചിന്നക്കനാൽ ജയന്തി, അല്ല ഞാനിപ്പോ മൂന്നാറിലല്ലേ? ഏട്ടതി കാണുന്നില്ലേ? ഇത് മൂന്നാറില്ല, നമ്മളെ വീടാ. കാണുന്നില്ലേ? നീ എന്താ മോളെ ഇങ്ങനെ പകല് കിടന്നുറങ്ങുകയും കൂർക്കം വലിക്കുകയൊക്കെ ചെയ്യുന്നേ? ഇതെന്താ, എനിക്കിപ്പോ ഉറങ്ങാനും വയ്യേ. മൂന്നാറിനെ കുറിച്ച് എനിക്ക് സ്വപ്നം കാണാനും പാടില്ലേ? യാത്രയില്ല, വെറും യാത്രയല്ല, രണയാത്രയെന്നോ മഹായാത്രയെന്നോ ഒക്കെ പറയാം. എല്ലാം നമുക്ക് അനുകൂലമാവുന്ന കാലാവസ്ഥയിലല്ലേ നീങ്ങുന്നത്? ഇത് കാലാവസ്ഥാ പ്രവചനം പോലെയൊന്നും അല്ല. ഈ ജഗൻ മഴ പെയ്യുമെന്ന് പ്രവചിച്ചാൽ മഴ പെയ്തിരിക്കും. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും. ജഗന്റെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ട്. എനിക്ക് അത് കേട്ടാ മതി. നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോവുക. ശ്യാമയുടെ കാര്യം ഐശ്വര്യ അതിവിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്തോളും. മൂന്നാറിലെ ഏതെങ്കിലും മലയിടുക്കുകളിൽ അവളുടെ ശവം കിടന്നിരിക്കും. അയ്യോ, അവളെ കൊല്ലൊന്നും ചെയ്യരുത്. കൊന്നാ പിന്നെ തീർന്നില്ലേ കഥ? ശ്യാമയെ കൊല്ലരുതെന്ന് കാര്യം പിടികിട്ടിയല്ലോ. പിന്നെ മെത്രാനിയല്ലേ കുരിശ് വരെ പഠിപ്പിക്കുന്നേ. അമ്മയും മകളും വലിയ വിളച്ചിലുകാരാ. ഹലോ ഹലോ. ആ എന്താ അരുന്ധതി പറഞ്ഞേ? അതെ, ശ്യാമയെ കൊല്ലണ്ട. അവളുടെ ഒരു കാല് തല്ലി ഒടിച്ചിട്ട് ആനന്ദ നിലയത്തിൽ നിന്ന് പുറത്താക്കിയാ മതി. പിന്നെ വല്ല തെരുവിലോ ട്രെയിനിലോ കയറി ഇറങ്ങി വയറ്റത്തടിച്ച് പാട്ടുപാടിയൊക്കെ ജീവിച്ചോളും. ഓക്കെ, അത് അരുന്ധതി പറഞ്ഞതുപോലെ. പക്ഷേ അഖിലിനെ ഞങ്ങൾക്ക് വേണം. ആ കാര്യം ഒരു കാരണവശാലും ഐശ്വര്യ അറിയരുത്. അതില്ല, അഖിലിനെ നിങ്ങൾ അങ്ങ് എടുത്തോ. ഒഴുക്കിയ കണ്ണീരും അനുഭവിച്ച വേദനകളും ചെറുതല്ല അരുന്ധതി. ഞെട്ടി ഉണരുകയാണ് പാതിരാത്രികളിൽ പൊന്നുമകളുടെ ദീനരോധനം കേട്ട്. എന്റെ മകളെ കൊല്ലിച്ച വസുന്ധരയ്ക്ക് മാപ്പ് കൊടുക്കരുതെന്ന് എന്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്പൈസസ് ഫാക്ടറി ഞാൻ ലേലം പിടിക്കുന്നതിന് മുൻപ് അഖിലിനെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കും. ആ സന്തോഷ വാർത്ത കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുക. കാത്തിരുന്നു. ഞങ്ങൾ മൂന്നാറിൽ നിന്നും തിരിച്ചു വരുന്നതേ സന്തോഷത്തിന്റെ ആർപ്പ് വിളികളോടെ ആയിരിക്കും. ശരി.
MBA ആണല്ലേ? അതെ സർ, MBA ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്. ഗുഡ്. എക്സ്പീരിയൻസിന്റെ കുറവുള്ളതുകൊണ്ട് ഒരു ട്രെയിനി പൊസിഷനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാനിപ്പോ പെരിയാർ നെസ്റ്റ് റിസോർട്ടിലുണ്ട്. ഇവിടെ ഇപ്പൊ MD സാർ ഉണ്ട്. ഞാൻ കൊടുക്കട്ടെ? അയാൾക്ക് കൊടുക്കൂ. ഓക്കെ സർ. സർ. ഹലോ. ഞാനാ MLA ജനാർദ്ദനൻ. ആ വന്നിരിക്കുന്ന കുട്ടി എനിക്ക് നേരിട്ട് പരിചയമുള്ളതാ. ഓ, അത് ശരി. നല്ല കഴിവുള്ള കുട്ടിയാ. തനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു അവസരം കൊടുക്കണം. യെസ്, ഷീസ് ടാലന്റ്. ഓക്കെ സർ. തൽക്കാലത്തേക്ക് ട്രെയിനിയായി അപ്പോയിന്റ് ചെയ്യും. ഒഴിവില്ലാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പോഴേ പെർമനന്റ് ആക്കാമായിരുന്നു. ഓ, താങ്ക് യു സോ മച്ച് സർ. ഇപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ? യെസ്, യു ക്യാൻ. ജോലിയോട് ഇത്രയും താല്പര്യമുള്ളവരെ കണ്ടിട്ട് കുറച്ച് കാലമായി. ഓൾ ദി ബെസ്റ്റ്. ഓ, താങ്ക് യു സർ. താങ്ക് യു. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നിങ്ങളെപ്പോലുള്ള വലിയ മനുഷ്യന്മാര് ഈ തൂമ്പയൊക്കെ പിടിച്ചു നിൽക്കുമ്പോ അത് കണ്ട് എനിക്കെന്തോ വിഷമം പോലെ. വലുതും ചെറുതും ഒന്നുമില്ല രായപ്പ ഈ ലോകത്തില്. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാ. ഞാനപ്പാനെ കേട്ടിട്ടില്ല. നല്ല ആരോഗ്യമുള്ള ഒരു മകനുള്ളപ്പോ അവൻ നിങ്ങളെ ഈ പണിക്ക് വിട്ടത് ഒട്ടും ശരിയായില്ല. അവൻ പഠിച്ച ചെറുപ്പക്കാരനാ രായപ്പ. അവനെ തൂമ്പപ്പണിക്ക് വിടുന്നതിനേക്കാൾ ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. എന്റെ മോൻ തൂമ്പ പിടിച്ചു നിൽക്കുന്ന കണ്ട എന്റെ ചങ്ക് പൊട്ടിപ്പോവും രായപ്പ. എന്റെ പൊന്നേട്ടാ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങളുടെ ഈ വിഷമം കണ്ടപ്പോ ഞാൻ ചോദിച്ചതാ. എനിക്കൊരു വിഷമവും ഇല്ല രായപ്പ. ഞാനേ ദേവരെ പള്ളി ഉണർത്തുന്നയാളാ. ദൈവം കണ്ണു തുറന്ന ആദ്യം കാണുന്ന എന്നെയാ. എന്നിട്ടും ദൈവം എന്റെ മേൽ കനിയാത്തത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്.